വിശദമായ വാർത്തയിലേക്കാണ്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ചാവേർ ആക്രമണമെന്ന പോലീസ്. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി ഒരു സംഘം പിടിയിലായതിന് പിന്നാലെയാണ് സ്ഫോടനം നടത്തിയത്. കാറിലുണ്ടായിരുന്നത് ഫരീദാബാദ് സംഘവുമായി ബന്ധമുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്നാണ് നിഗമനം. അതേസമയം സ്ഫോടനത്തിൽ മരണസംഖ്യ 13 ആയി. സംഭവത്തിൽ അന്വേഷണം NIA ഏറ്റെടുത്തു. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? ലഭ്യമാകുന്ന മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ സംഭവത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കേസ്, അതായത് സ്ഫോടനം നടന്ന സംഭവം ഇപ്പോൾ NIA അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. ഈ കേസ് നിലവിൽ ഡൽഹി പോലീസാണ് അന്വേഷിക്കുന്നത്. രാവിലെ ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് NIA തന്നെയായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ NIA ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഉള്ളത്. ഈ ചാവേർ ആക്രമണ സാധ്യത അടക്കം ഇപ്പോൾ NIA പരിശോധിക്കും. ഏതായാലും ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഇത് ഒരു ചാവേർ ആക്രമണം തന്നെയാണ് എന്നുള്ള കാര്യം. ഡോക്ടർ ഉമർ മുഹമ്മദ്, ഈ വാഹനത്തിലുണ്ടായിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് എന്നുള്ളതാണ് ഈ നിലവിലുള്ള നിഗമനം എന്ന് പറയുന്നത്. അതായത് ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായൊരു 3 ഡോക്ടേഴ്സിനെ പിടിച്ചിരുന്നു. അതിൽ 2 ഡോക്ടർമാരെ പിടിച്ചിരുന്നു. ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നുള്ളതാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ ഈ 2 പേരെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ഈ ഉമർ മുഹമ്മദ് വളരെ പരിഭ്രാന്തനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇയാൾ ഈ പരിഭ്രാന്തിയിലാണ് ഈ ചെങ്കോട്ടയ്ക്ക് സമീപം എത്തി കാറിൽ സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് പോലീസിന്റെ മുന്നിലുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. ഏതായാലും ഈ മരിച്ചത് കാറിലുണ്ടായിരുന്നത് ഉമർ മുഹമ്മദ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ഈ കാറിലിരുന്ന് ഇയാളുടെ മൃതദേഹമാകെ കത്തിക്കരിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ DNA പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് ഒരു ഭീകരാക്രമണത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത്. അതായത് ഫരീദാബാദിൽ ഈ പിടിയിലായ ഈ സംഘത്തിന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ആ സംഘവുമായി ബന്ധമുള്ളയാളാണ് ഈ ഉമർ മുഹമ്മദ് എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അതൊരു ചാവേർ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി NIA ആയിരിക്കും അന്വേഷിക്കുക. NIA സ്ഥലത്തെത്തി പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് ഉടനെ കടക്കുകയും ചെയ്യും. രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ പ്രധാന ആഭ്യന്തര സെക്രട്ടറി, അതുപോലെ തന്നെ NIA അടക്കം തലവന്മാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ NIA തന്നെ ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഒരു യോഗവും കൂടി നടക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. മാത്രമല്ല ലക്നൗ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പരിശോധനയും ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫരീദാബാദ് സംഘത്തിലുള്ള കൂടുതൽ പേരെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ലക്നൌവിൽ ഈ പിടിയിലായ ഡോക്ടർമാരുടെ വീടുകളിലടക്കം പരിശോധന നടത്തുന്നത്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും വിവിധയിടങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ ഉമർ മുഹമ്മദിന്റെ അമ്മ, അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവരുടെ DNA സാമ്പിളുകളടക്കം ശേഖരിച്ച ഉമർ മുഹമ്മദാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താനാണ് ശ്രമിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ വ്യാപകമായി തന്നെ ലക്നൗ അടക്കം കേന്ദ്രീകരിച്ച പരിശോധനയും പുരോഗമിക്കുകയാണ്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ചാവേർ ആക്രമണമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ സംഘത്തിലാണ് സ്ഫോടനം നടത്തിയതെന്നാണ് വിവരം. കാറിലുണ്ടായിരുന്നത് ഫരീദാബാദ് സംഘവുമായി ബന്ധമുള്ള ഡോക്ടറാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. അതേസമയം സ്ഫോടനത്തിൽ മരണസംഖ്യ 13 ആയി ഉയർന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അന്വേഷണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് നീങ്ങുമോ അതോ അന്വേഷണം വ്യാപിപ്പിക്കുമോ എന്ന കാര്യത്തിലടക്കം ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ആന്റണി ജസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.